കൊല്ലം കുളത്തൂപ്പുഴ ചെറുകരയിൽ വളർത്തുനായെ വന്യമൃഗം കൊന്ന സ്ഥലത്ത് വനം വകുപ്പ് ഇന്ന് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കും. പുലിയാണ് നായെ പിടികൂടിയത് എന്നാണ് ഉടമയും നാട്ടുകാരും പറയുന്നത്. എന്നാൽ പുലിയുടെ സാന്നിധ്യം വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല. പുലിയാണെന്ന് കണ്ടെത്തിയാൽ വനം വകുപ്പ് കൂടും സ്ഥാപിക്കും. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, കഴിഞ്ഞ ദിവസമാണ് നായെ കടിച്ച കൊന്ന നിലയിൽ കാണപ്പെട്ടത്. ഇത് പുലിയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ വനം വകുപ്പ് ഇപ്പോഴും ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. സ്ഥിരീകരിക്കാനായി ഇപ്പോൾ എന്തായാലും നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നു. പുലിയാണെന്ന് കണ്ടെത്തിയാൽ കൂടും സ്ഥാപിക്കും. പക്ഷേ നാട്ടുകാരുടെ ആശങ്ക അവസാനിക്കുന്നില്ല. കൂടുതൽ വിവരങ്ങൾ മനോജ്. വിനോദ്, പുലിയാണ് എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. അതായത് ഏറെ നാളായി തന്നെ ഇത്തരത്തിൽ വന്യമൃഗത്തിന്റെ ശല്യം ഈ ഭാഗത്തുണ്ട്. ഈ കുളത്തൂപ്പുഴ ചെറുകരയിലാണ് വന്യമൃഗം ഇത്തരത്തിൽ വളർത്തുനായെ കൊന്നത്. അതായത് പൂർണ്ണമായും അതിൽ ഭക്ഷിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ്. ഇതിന് പിന്നാലെയാണ് വനം വകുപ്പിന് നാട്ടുകാർ പരാതി നൽകുന്നതും. അതായത് ചെറുകര ഇടത്തറ ഉന്നതിയിലുള്ള രാജന്റെ വസ്തുവിൽ കെട്ടിയിരുന്ന ഒരു ഈ വരക്കൊന്നിട്ടുള്ളത്. അതുകൊണ്ട് ഏറെ നാളായി ഈ ഒരു ഭീതി നിലനിൽക്കുന്നതിനാൽ വനം വകുപ്പിനോട് നിരന്തരം പരാതി പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ പുലിയുടെ സാന്നിധ്യം ഇതുവരെ ആ സ്ഥലത്ത് സ്ഥിരീകരിച്ചിട്ടില്ല. എന്തെങ്കിലും തരത്തിലുള്ള സാന്നിധ്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ CCTV കൂടുതൽ ക്യാമറ നിരീക്ഷണം ശക്തമാക്കാനും മറ്റേ കൂട് വെക്കുവാനുമാണ്, അതായത് ഈ പുലിയെ പിടിക്കുവാനുള്ള കൂട് സ്ഥാപിക്കുവാനാണ് വനംവകുപ്പിന്റെ നീക്കം. എന്തായാലും സമീപത്തെ ഈ കോഴി ഫാമിലും അടുത്തിടെ വന്യമൃഗത്തിന്റെ ആക്രമണ ശ്രമം നടന്നിട്ടുണ്ടായിരുന്നു. നാട്ടുകാരൊക്കെ വലിയ ആശങ്കയിൽ തന്നെയാണ്. വനം വകുപ്പിന് നിരന്തരമായി തന്നെ നാട്ടുകാരൊക്കെ പരാതി നൽകുന്നുണ്ട്. വ്യക്തമാണ്. കൊല്ലം കുളത്തൂപ്പുഴയിലാണ് പുലിയുടെ സാന്നിധ്യമുണ്ട് എന്ന് നാട്ടുകാർ ആരോപിക്കുന്ന സ്ഥലത്ത് വനം വകുപ്പ് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുന്നത്. കൂട് സ്ഥാപിക്കണമെങ്കിൽ വനം വകുപ്പിന് ബോധ്യപ്പെടണം അത് പുലിയാണെന്ന്. പക്ഷേ നാട്ടുകാർ പറയുന്നു അവിടെ പുലിയുടെ സാന്നിധ്യം ഉണ്ട് എന്ന്. വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്.